പഠന പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ നിരവധി വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ ലഭ്യമാണ്. വൻകര വിസ്ഥാപനം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങളെ സിമുലേഷൻ സോഫ്റ്റ്വെയറുകളുടെ സഹായത്താൽ പഠനവിധേയമാക്കുന്നത് അവയെ ആഴത്തിൽ മനസ്സിലാക്കുന്നതിന് ഉപകരിക്കും. ഇത്തരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറാണ് G-Plates. ആപ്ലിക്കേഷൻ സയൻസ് G-Plates. ഈ ക്രമത്തിൽ നമുക്ക് സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കാം. ഇപ്പോൾ കാണുന്നത് G-Plates പ്രധാന ജാലകമാണ്. ജാലകത്തിൻ്റെ മുകളിൽ മെനു ബാർ, ടൂൾ പാലറ്റുകൾ, വ്യൂ കൺട്രോൾസ്, ആനിമേഷൻ കൺട്രോൾസ്, കൂടാതെ മൗസ് ഉപയോഗിച്ച് യഥേഷ്ടം തിരിക്കാൻ സാധിക്കുന്ന ഒരു ഗ്ലോബും കാണാവുന്നതാണ്. ഈ ഗ്ലോബിലേക്ക് നമുക്കാവശ്യമായ ഫീച്ചർ കളക്ഷനുകൾ ഉൾപ്പെടുത്തിയാണ് സോഫ്റ്റ്വെയറിൽ തുടർന്നു വരുന്ന പ്രവർത്തനങ്ങളെല്ലാം ചെയ്യേണ്ടത്. സോഫ്റ്റ്വെയറിലേക്ക് ഫീച്ചർ കളക്ഷൻ ഉൾപ്പെടുത്തുന്നതിനായി ഫയൽ, ഓപ്പൺ ഫീച്ചർ കളക്ഷൻ ക്ലിക്ക് ചെയ്യുക. കമ്പ്യൂട്ടറിൻ്റെ ഹോമിലെ G-Plates പ്രോജക്റ്റ് ഫോൾഡറിൽ പഠന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫീച്ചർ കളക്ഷനുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഷേപ്പ് ഫയൽ എന്ന ഫോൾഡർ തുറക്കുക. ഷേപ്പ് ഫയൽ ഫോൾഡറിലെ എല്ലാ ഫയലുകളും ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നതിനായി കീബോർഡിലെ Ctrl+A പ്രസ് ചെയ്യുക. തുടർന്ന് ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ സോഫ്റ്റ്വെയറിലേക്ക് ലെയർ പാലറ്റ് എന്നൊരു ജാലകം കൂടി ദൃശ്യമാകുന്നത് കാണാം. ഷേപ്പ് ഫയൽ ഫോൾഡറിലെ എല്ലാ ഫയലുകളും ഈ ലെയേഴ്സ് പാലറ്റിൽ കാണാവുന്നതാണ്. ലെയേഴ്സ് പാലറ്റിലെ ഓരോ ലെയറിലുമുള്ള ടോഗിൾ വിസിബിലിറ്റി കണ്ണ് അടയാളത്തിൽ ക്ലിക്ക് ചെയ്ത് ഓരോ ലെയറുകളും ദൃശ്യമാക്കുകയോ അദൃശ്യമാക്കുകയോ ചെയ്യാം. ഗ്ലോബിലെ വൻകര ഭാഗങ്ങളിൽ കളർ ഫില്ല് ചെയ്യുന്നതിനായി രണ്ടാമത്തെ ലെയറിൻ്റെ ഇടതുവശത്തുള്ള ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് റീകൺസ്ട്രക്ഷൻ ഓപ്ഷനിൽ നിന്നും ഫിൽ പോളിഗൺസ് എന്ന ചെക്ക് ബോക്സിന് ടിക്ക് നൽകുക. ഇപ്പോൾ വൻകര ഭാഗങ്ങളിൽ കളർ ഫില്ല് ചെയ്തിരിക്കുന്നത് കാണാവുന്നതാണ്. ഈ വൻകര ഭാഗങ്ങൾ ഇപ്പോൾ നിലവിലുള്ള വൻകരകളുടെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ഇത് കാലഘട്ടങ്ങളിലൂടെയുള്ള പരിണാമ പ്രക്രിയയിലൂടെ രൂപം കൊണ്ടതാണ്. വൻകര വിസ്ഥാപന കാലഘട്ടം സോഫ്റ്റ്വെയറിൽ ദൃശ്യമാകുന്നതിനായി വ്യൂ മെനുവിൽ നിന്നും കോൺഫിഗർ ടെക്സ്റ്റ് ഓവർലേ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിൽ എനേബിൾ ടെക്സ്റ്റ് ഓവർലേ എന്ന ചെക്ക് ബോക്സിന് ടിക്ക് നൽകി ഓക്കെ അമർത്തുക. ഇപ്പോൾ വൻകര വിസ്ഥാപന കാലഘട്ടം ജാലകത്തിൽ കാണാം. മെഗാ ആനം ദശലക്ഷം വർഷം എന്ന കണക്കിനാണ് ഇത് സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൻകരകൾ രൂപം കൊള്ളുന്നതിൻ്റെ വിസ്മയ ദൃശ്യം നമുക്കൊരു ആനിമേഷൻ്റെ സഹായത്താൽ കണ്ടു നോക്കാം. ഇതിലേക്കായി വിൻഡോ മെനുവിൽ നിന്നും ഫുൾ സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ജാലകം വലുതായി.
അനിമേഷൻ കൺട്രോൾ ബട്ടണിൽ നിന്നും പ്ലേ ദ ആനിമേഷൻ ക്ലിക്ക് ചെയ്യുക. വിവിധ വൻകര ഭാഗങ്ങൾ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അടുത്തും അകന്നും പോകുന്ന വിസ്മയ ദൃശ്യം നമുക്കിപ്പോൾ കാണാവുന്നതാണ്. ഗ്ലോബ് യഥേഷ്ടം തിരിച്ചു വെച്ച് ഓരോ വൻകര ഭാഗങ്ങളും ഏതേത് ഭാഗങ്ങളിൽ നിന്ന് എവിടെ എത്തിച്ചേർന്നുവെന്ന് നമുക്കിപ്പോൾ കാണാവുന്നതാണ്. കൂടാതെ ജാലകത്തിന് ചുവടെയുള്ള വ്യൂ കൺട്രോൾസിൽ നിന്നും പല പ്രക്ഷേപാകൃതിയിലും അനിമേഷൻ നിരീക്ഷിക്കാവുന്നതാണ്. മോൾവീഡ് പ്രക്ഷേപാകൃതിയിൽ നിരീക്ഷിക്കുമ്പോൾ ഗ്ലോബിലെ വൻകരകളെല്ലാം ഒറ്റ ഭാഗത്തായിട്ട് കാണാവുന്നതാണ്. ജാലകം പൂർവ്വസ്ഥിതിയിലാക്കാനായി ലീവ് ഫുൾ സ്ക്രീൻ മോഡ് ക്ലിക്ക് ചെയ്യുകയോ എസ്കേപ്പ് ബട്ടൺ അമർത്തുകയോ ചെയ്യുക.